പ്രിയ വിദ്യാർത്ഥികളെ, മറ്റു പഠിതാക്കളെ, കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഒരു ഇംഗ്ലീഷ് പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും താല്പര്യപ്രകാരം ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ ഏവർക്കും അടിസ്ഥാനം വേണ്ട ഒരു ഭാഗമാണ് ടെൻസ് അഥവാ കാലം. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷ സെൻറ്റൻസായി ഉപയോഗിക്കുമ്പോഴും ടെൻസ് അതിൻ്റെ പാസീവ് വോയിസ്, പിന്നെ മറ്റ് സ്വീകാര്യമായ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എന്നിവ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയിൽ മെയിനായി 3 ടെൻസാണ് ഉള്ളത്. അതായത് പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് അതിനെ വിളിക്കാം. ഈ ഓരോ ടെൻസിലും 4 വീതം ഉപവിഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേരെല്ലാം ക്രമേണ പഠിക്കാവുന്നതാണ്. ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിൻ്റെ ഭാഗമായ ഒന്നാമത്തെ സിമ്പിൾ പ്രസൻറ്റ് എന്ന ടെൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതിനു മുമ്പ് ടെൻസ് എന്താണെന്ന് നമുക്ക് കുറച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടെൻസ് മീൻസ് ടൈം. നാം പറയുന്ന എല്ലാ ആശയത്തിനും ഒരു സമയവുമായി ബന്ധമുണ്ടായിരിക്കും. അത് കഴിഞ്ഞ കാലം പാസ്റ്റ്, ഇപ്പോഴത്തെ കാലം പ്രസൻറ്റ്, ഭാവി കാലം ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. സഹായക്രിയയിൽ വരുന്ന, അതായത് ഈസ്, ആം, ആർ, ഡു, ഡസ് പോലുള്ള വാക്കുകൾ അതിൽ മാറ്റം വരുത്തിയാണ് അതിൻ്റെ കാലങ്ങളെ മുഖ്യമായും നമ്മൾ മാറ്റം വരുത്തുന്നത്. ഇവിടെ പറയുന്ന സിമ്പിൾ പ്രസൻറ്റ് അഥവാ സാധാരണ വർത്തമാനകാലം വ്യാകരണത്തിൽ പൊതുവെ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് പറയാം. പഠിച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന പേര് പോലെ തന്നെ സിമ്പിളായി, ലളിതമായി അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇവിടെ മെയിനായും ശ്രദ്ധിക്കേണ്ടത് ക്രിയയുടെ അഥവാ വെർബിൻ്റെ എസ് ഫോം ഓർ ഇ എസ് ഫോം ചേർക്കാനും അതോടൊപ്പം തന്നെ ഡു, ഡസ് എന്നിവ പ്രയോഗിക്കാനും പഠിച്ചാൽ മതിയാവും. നമുക്ക് ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. സ്ക്രീനിൽ കാണിച്ചതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ഹെഡിങ് തലവാചകം കൊടുത്തത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ഫോർമുല, എഫ് മീൻസ് ഫോർമുല ബ്രാക്കറ്റ് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് പ്ലസ് ഇ ഓർ ഇ എസ് മീൻസ് സബ്ജക്റ്റിൻ്റെ കൂടെ വെർബ് അതിൻ്റെ വെർബിൻ്റെ ക്രിയയുടെ എസ് ഫോം അല്ലെങ്കിൽ ഇ എസ് ഫോം വരും. അതാണ് എൻ്റെ ഫോർമുലയായിട്ട് പഠിക്കുന്നവർക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഉദാഹരണം നിങ്ങൾ നോക്കൂ. രാം പ്ലേസ് ക്രിക്കറ്റ്. രാം ക്രിക്കറ്റ് കളിക്കുന്നു. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദേ ബിലീവ് മീ, അവർ എന്നെ വിശ്വസിക്കുന്നു. ദേ അറേഞ്ച് എ ഹാൾ, അവർ ഒരു ഹാൾ ഒരുക്കുന്നു. ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് നിയമപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റിൻ്റെ കൂടെ ക്രിയ വരും. അതുപോലെ തന്നെ ക്രിയ ഏത് രൂപത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിയയുടെ വെർബ് ഫോമിൻ്റെ എസ് ഫോം, ഇ എസ് ഫോം നിങ്ങൾ നോക്കൂ. രാം പ്ലേസ്, PLAY എന്നുള്ള ക്രിയയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ എസ് ഫോം പ്ലേസ് എന്നുള്ളതാണ്. രാം പ്ലേസ് ക്രിക്കറ്റ്. പ്ലേസ്, രാം ക്രിക്കറ്റ് കളിക്കുന്നു. ഐ ലവ് യു എന്ന് പറഞ്ഞ ലവ് എന്നുള്ള കൂടെ എസ് ഫോം ഇവിടെ വന്നിട്ടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ വരുമ്പോൾ മാത്രമേ ക്രിയയുടെ എസ് ഫോം രൂപം വരുള്ളൂ. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലോ സബ്ജക്റ്റ് ഐ യു എന്നുള്ള സബ്ജക്റ്റ് വരുമ്പോഴോ എസ് ഫോം, വെർബിൻ്റെ ബേസ് ഫോം മാത്രമേ വരുള്ളൂ. എന്നിരുന്നാലും വെർബിൻ്റെ
എസ് ഫോം ഉള്ളതുപോലെ അതിൻ്റെ അർത്ഥമുണ്ടെന്ന് നിങ്ങളതിന് മനസ്സിലാക്കണം. അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് നിങ്ങളതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് സബ്ജക്റ്റ് പ്ലൂരലും ഐ അതുപോലെ തന്നെ യു ഒക്കെ വരുമ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെർബിൻ്റെ എസ് ഫോം വരില്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ മാത്രമേ വെർബിൻ്റെ എസ് ഫോം വരുള്ളൂ. ഇതാണ് ബേസിക്കായ സിമ്പിൾ പ്രസൻറ്റിൻ്റെ നിയമം. നമ്മൾ എസ് ഫോം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റ് ക്രിയയുടെ രൂപങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാം. ഉദാഹരണത്തിന് ഗോ എന്നുള്ള ക്രിയ എടുത്താൽ ഗോസ് നമ്മൾ എസ് ഫോം ഗോസ് ആണ്. അതുപോലെ തന്നെ ING ഫോം ഗോയിങ് ആണ്. അതിൻ്റെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗോൺ ആണ്. അപ്പോൾ ക്രിയക്ക് 5 വ്യത്യസ്ത രൂപങ്ങൾ കാണാം. അത് ഈ ഹെൽപ്പ് എന്നുള്ള വേർഡ് എടുത്താൽ ഹെൽപ്സ് എന്ന് കാണാം, ഹെൽപ്പിംഗ് എന്ന് കാണാം, ഹെൽപ്ഡ് എന്ന് കാണാം, ഹെൽപ്ഡ് എന്ന് കാണാം. അപ്പോൾ ക്രിയയുടെ ഒന്നാമത്തെ രൂപത്തെ നമ്മൾ ബേസ് ഫോം എന്നോ റൂട്ട് വേർഡ് എന്നോ V1 ഫോം എന്നോ വെർബ് 1 ഫോം എന്നോ അല്ലെങ്കിൽ ക്രിയാധാതു എന്നോ വിളിക്കാറുണ്ട്. അത് ക്രിയാധാതുവിൽ നിന്നാണ് മറ്റ് രൂപങ്ങൾ ഉണ്ടാവുന്നത് നോക്കാം. അത് അടിസ്ഥാനപരമായ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ ആ ഫോമിൽ വരുന്ന മാറ്റങ്ങളിൽ വരുന്ന ING ഫോമിൽ വരുമ്പോഴും പാസ്റ്റ് ഫോം വരുമ്പോഴും ക്രിയയിൽ വരുന്ന അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഗോ എന്നുള്ള വേർഡ് എടുത്താൽ പോകുക എന്നുള്ള വെർബിൻ്റെ അടിസ്ഥാന രൂപം മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ഗോസ് എന്നുള്ള വേർഡ് എടുത്താൽ ആ വെർബ് വേർഡിന് മാത്രമുള്ള അർത്ഥം ഗോസ് പോകുന്നു എന്ന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഗോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ പോകുകയാകുന്നു എന്ന് വേണ്ടിക്ക് നമുക്ക് പറയാം. വെൻറ്റ് എന്നാൽ പോയി എന്ന അർത്ഥം വരാം. ഗോൺ എന്ന് പറഞ്ഞാലും പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി എന്നുള്ള അർത്ഥം തന്നെയാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായിട്ട് ഗോൺ ഉപയോഗിക്കേണ്ട സന്ദർഭമുണ്ട്. അപ്പോൾ ആ സന്ദർഭം നമുക്ക് പറയുമ്പം മനസ്സിലാവും. അപ്പോൾ ഗോ പോകുക, ഗോസ് പോകുന്നു, ഗോയിങ് പോകുകയാകുന്നു, വെൻറ്റ് പോയി, ഗോൺ പോയി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ രീതിയിൽ വെർബിൻ്റെ മാറ്റം 5 രൂപമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ വെർബിൻ്റെ എസ് ഫോം, എസ് രൂപം ഓർ ES രൂപമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുകൊണ്ടാണ്. സിമ്പിൾ പ്രസൻറ്റിൽ വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ് ഗോസ്, ഹെൽപ്സ് എന്നുള്ള ഫോമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഇത് നിങ്ങൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഞാൻ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ച് ഈ ആശയം ഗ്രഹിക്കാവുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നില്ല. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഏതൊക്കെ അവസരങ്ങളിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു നിയമം പറയുകയും പലപ്പോഴും അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെയിനായിട്ടും ഈ ഓരോ ടെൻസും എവിടെയൊക്കെ ഉപയോഗിക്കുന്നുള്ള പ്രാഥമികമായ സന്ദർഭങ്ങൾ, അവസരങ്ങൾ നിങ്ങൾ ഈ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വായിച്ചു പോകാം. വ്യാകരണ നിയമപ്രകാരം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നിത്യവും ഒരേപോലെ ചെയ്യുന്ന പ്രവൃത്തിയോ ശീലമോ ആക്കിയ പ്രവൃത്തി, അതായത് ഹാബിച്വൽ ആക്ഷൻ ഓർ റൂട്ടീൻ ആക്ഷൻ എന്ന് പറയും. ദൈനംദിനമായി ദിവസേന എന്നോളം ഒരു ശീലം പോലെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒന്നാമതായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഹീ സ്മോക്സ് 10 cigarettes ഇൻ എ ഡേ. നമുക്കറിയാം അത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് സ്മോക്സ് വരുന്നു. അയാൾ അല്ലെങ്കിൽ അവൻ ഒരു ദിവസം 10 സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ നോക്കുക അടുത്ത സെൻറ്റൻസ്, വി ഗോ ടു സ്കൂൾ അറ്റ് 9:30. ഞങ്ങൾ പ്ലൂരൽ ആയതുകൊണ്ട് ഗോ എന്നുള്ള മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ വി ഗോ ടു സ്കൂൾ അറ്റ് 9:30, നമ്മൾ 9:30 സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 5 or 6 മെയിനായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാമത്താണ് ഹാബിച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്, റൂട്ടീൻ ആക്ഷൻ എന്ന് പറയും. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാം സംസാരിക്കുന്ന സമയത്ത് അഥവാ വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കാൻ, ടു എക്സ്പ്രസ് ആൻ ഐഡിയ ദാറ്റ് എക്സിസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്, അറ്റ് ദി പ്രസൻറ്റ് ടൈം. ഈ പ്രസൻറ്റ് ടൈമിൽ നിലനിൽക്കുന്ന കാര്യം ആണ് രണ്ടാമത്തെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഘട്ടം. ഉദാഹരണത്തിന്
ഷീ ബിലീവ്സ് മീ, അവൾ എന്നെ വിശ്വസിക്കുന്നു. ഷീ ബിലീവ്സ് മീ, അതൊരു സിമ്പിൾ പ്രസൻറ്റിൽ വർത്തമാനകാലത്ത് നിലനിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതും അങ്ങനെയുള്ള സന്ദർഭത്തിലും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ നോക്കൂ, പ്രകൃതിയിലെ മാറ്റമില്ലാത്ത കാര്യം സൂചിപ്പിക്കാൻ, അതായത് ടു എക്സ്പ്രസ് എ നാച്ചുറൽ ട്രൂത്ത് ഓർ പെർമനൻറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന, പ്രകൃതിയിലെ മാറ്റമില്ലാതെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് സ്ഥിരമായി ആവർത്തിക്കുന്നത് തന്നെ പക്ഷേ മാറ്റമില്ലാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ, പ്രപഞ്ച സത്യം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ഉദാഹരണത്തിന് റെയിൻ ഫാൾസ് ഫ്രം ദി ക്ലൗഡ്, മഴ കാർമേഘത്തിൽ നിന്നും വരുന്നു. അതുപോലെ തന്നെ ടൈഗർ ലിവ്സ് ഇൻ ഫോറസ്റ്റ്, വെർബിൻ്റെ സ്വഭാവം ഉപയോഗിച്ച് കണ്ടോ, ശ്രദ്ധിക്കുക. ടൈഗർ ലിവ്സ് ഇൻ ഫോറസ്റ്റ്, ടൈഗർ ഫോറസ്റ്റിൽ താമസിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് സന്ദർഭം വരുന്നത് അടുത്ത ഭാവിയിൽ നടക്കുമെന്ന് വർത്തമാനകാലത്ത് തന്നെ തീരുമാനിച്ച കാര്യം, ഷെഡ്യൂൾഡ് ചെയ്ത, തീരുമാനിച്ചുറച്ച കാര്യം, ഭാവിയിൽ കൺഫേം ചെയ്ത കാര്യം കൂടി ഫ്യൂച്ചർ ടെൻസിൽ കൂടാതെ സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ ആ ആശയം പ്രകടമാക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് മൈ അങ്കിൾ കംസ് ഫ്രം ബോംബെ ടുമോറോ, എൻ്റെ അങ്കിള് ബോംബെയിൽ നിന്ന് നാളെ വരുന്നു. അതുപോലെ തന്നെ ട്രെയിൻ ലീവ്സ് ദി സ്റ്റേഷൻ ഇൻ ദി ഈവനിങ്, ട്രെയിന് വൈകുന്നേരം ഈ സ്റ്റേഷൻ വിടുന്നു. ഇത്തരത്തിലുള്ള തീരുമാനിച്ച ഷെഡ്യൂൾഡ് ചെയ്ത കാര്യം പറയാനും നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ ടെൻസ് ഭൂതകാലത്ത് പാസ്റ്റ് കാലത്ത് സംഭവിച്ച കാര്യം വർത്തമാനകാലത്തും നിലനിൽക്കുന്നുവെങ്കിൽ അത്തരം പ്രവൃത്തികൾ പറയാൻ, പ്രത്യേകിച്ചും പത്രത്തിലെ തലവാചകങ്ങൾ പോലെ സൂചിപ്പിക്കാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം നോക്കൂ, ഡോക്ടർ മൻമോഹൻ സിംഗ് ബിക്കംസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ബോറിസ് ബെക്കർ ബീറ്റ്സ് സ്റ്റെഫാൻ എഡ്വർക്ക്. അപ്പോൾ നോക്കുക, മൻമോഹൻ സിംഗ് ബിക്കംസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തെ തലവാചകം വന്നാൽ അതിനർത്ഥം ചിലപ്പോൾ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയി എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കുന്ന രീതിയിലായിരിക്കും ആ ആശയം പ്രകടമാകുന്നത്. അതാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് മെയിനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് ചില സന്ദർഭങ്ങളിൽ എക്സ്ട്രാ വരുന്ന ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ സ്പോർട്സ് കമൻട്രി പോലുള്ള സന്ദർഭങ്ങൾ വരാം, അതുപോലെ തന്നെ നാടകീയമായ വിവരണങ്ങൾ നൽകാൻ വരാം. അങ്ങനെയൊക്കെ വരുന്ന ഒന്ന് രണ്ട് സന്ദർഭങ്ങളും കൂടി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. മോള് കൊടുത്ത എക്സാമ്പിൾ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനി സിമ്പിൾ പ്രസൻറ്റിൽ ഈ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നാണ് പഠിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞു ഈ മെയിനായിട്ടും ഓക്സിലറി വെർബിൻ്റെ സഹായത്തോടു കൂടിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരുന്നത്, ടെൻസ് തന്നെ വരുന്നത്. അതിൽ വെർബിൻ്റെ എസ് ഫോം വരും. അത് ചില ഘട്ടങ്ങളിൽ ഈ വെർബിൻ്റെ എസ് ഫോം വരുന്ന സെൻറ്റൻസുകൾ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ക്വസ്റ്റൻസ് ആക്കേണ്ടി വരും. അപ്പോഴാണ് ഈ പ്രസൻറ്റ് ടെൻസിൽ പ്രത്യേകിച്ചും സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാവരെയും കുഴക്കുന്ന രണ്ട് വേർഡുകളാണ് ഡു, ഡസ്. ഈ ഡു, ഡസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ വർക്ക്സ് എന്നുള്ള വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസിലേക്ക് മാറ്റുമ്പോൾ ആ ഡു എന്നുള്ള അല്ലെങ്കിൽ ഡസ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണത്തിന് എങ്ങനെയാണ് ഡു വരുന്നത്, എങ്ങനെയാണ് ഡസ് വരുന്നത് എന്ന് സിമ്പിൾ പ്രസൻറ്റിൽ നന്നായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ഉദാഹരണത്തിൽ ഈ ക്രിയ ഹീ വർക്ക്സ് ഹാർഡ് എന്നുള്ള ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതിനെ നെഗറ്റീവ് സെൻസിലേക്ക് വരുമ്പോൾ ഈ വർക്ക്സ് എന്നുള്ള വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഭാഗിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ വർക്ക്സ് എന്നുള്ള വെർബിനെ നമ്മൾ ഭാഗിച്ചാൽ കിട്ടുന്നത് ഡസ് പ്ലസ് വർക്ക് എന്നായിരിക്കും. അപ്പോൾ ഹീ വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സെൻസിലേക്ക് മാറ്റുമ്പോൾ വെർബിൻ്റെ എസ് ഫോം ഇല്ലാതെയാവുകയും ഹീ ഡസ് നോട്ട് വർക്ക് ഹാർഡ് എന്ന് വരികയും ചെയ്യും. അപ്പോൾ വർക്ക്സ് എന്നുള്ളത് ഡസ് നോട്ട് വർക്ക് എന്ന് വരും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ വർക്ക് എന്ന് മാത്രമാണെങ്കിൽ അതിനെ നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂരലാകുമ്പോൾ വർക്ക് എന്ന് മാത്രമേ വേണ്ടൂ, അവിടെ ഡു നോട്ട് വർക്ക് എന്ന് വരും. അത് ഐയുടെ കൂടെയും യുവും വരുമ്പോഴും ഡു നോട്ട് എന്നാണ് വരിക. ഇവിടെ ഐ ഉപയോഗിച്ച് നിങ്ങൾ സെൻറ്റൻസ് കാണുമല്ലോ. ഐ ലവ് യു എന്ന് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഐ ഡു നോട്ട് ലവ് യു, ആ ഡു അവിടെ ചേർത്തിട്ടുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കൂ, ഹീ ലൈക്സ് ഇംഗ്ലീഷ് ഫിലിംസ് എന്നുള്ളത് ഹീ ഡസ് നോട്ട് ലൈക്ക് ഇംഗ്ലീഷ് ഫിലിം
അങ്ങനെയാണ് ലൈക്സ് എന്നുള്ള വേർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ് നോട്ട് ലൈക്ക് എന്ന് ചേർത്തത് എന്ന് മനസ്സിലാക്കുക. ദേ വർക്ക് ഹാർഡ്, ഞാനിവിടെ പറഞ്ഞു തന്നെ വിശദീകരിച്ച് എക്സാമ്പിളിലൂടെ പറയാണ്. ദേ വർക്ക് ഹാർഡ്, അവർ കഠിനാധ്വാനം ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്യുക എന്നല്ല, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് വർക്ക്സ് എന്ന് വേണ്ട, ദേ വർക്ക് ഹാർഡ് എന്ന് വന്നു. ദേ വർക്ക് ഹാർഡ് എന്നുള്ളത് നെഗറ്റീവ് സെൻസിലേക്ക് മാറ്റുമ്പോൾ ദേ ഡു നോട്ട് വർക്ക് ഹാർഡ്. അത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ദേ ഡോണ്ട് വർക്ക് ഹാർഡ് എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടി ഷോർട്ട് വേർഡ് ഇടയ്ക്ക് സംസാര ഭാഷയിൽ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ദേ ഹീ ഡസൻറ്റ് ട്രൈ എന്നൊക്കെ പറയുമ്പോൾ ഹീ ഡസ് നോട്ട് ട്രൈ എന്നാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റിൽ ക്വസ്റ്റനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡു ഡസ് ആദ്യം ചേർക്കും. ക്വസ്റ്റൻ വിത്തൗട്ട് ക്വസ്റ്റൻ വേർഡ് ഇല്ലാതെ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ ക്വസ്റ്റൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട്, വെൻ, വെയർ, വൈൽ, ഹൗ മെനി, ഹൗ ലോങ് എന്നുള്ള ക്വസ്റ്റൻ വേർഡ് ഇല്ലാതെ നമ്മൾ ക്വസ്റ്റൻ ഉണ്ടാക്കാം. ആ ക്വസ്റ്റൻ ഉണ്ടാക്കുമ്പോഴും ഡു ഡസ് ആദ്യം വരുന്നുണ്ട്. ഡു ദേ വർക്ക് ഹാർഡ്, കണ്ടില്ലേ, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് ഡു. അവർ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടോ? ഡസ് ഹീ ലൈക്ക് ഇംഗ്ലീഷ് ഫിലിം, അയാൾ ഇംഗ്ലീഷ് ഫിലിം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റൻ സിമ്പിൾ പ്രസൻറ്റിൽ ഡു ഡസ് ചേർത്തിലാണ് ക്വസ്റ്റൻ വിത്തൗട്ട് ക്വസ്റ്റൻ വേർഡ് ഉണ്ടാകുന്നത്. ഇനി ക്വസ്റ്റൻ വേർഡ് വരുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ സന്ദർഭഭാഷ പറയാം. വേർ ഡസ് ഹി ഗോ, അതായത് അവൻ എവിടെയാണ് പോകുന്നത്. വേർ ഡു ദേ ഗോ, അവരെവിടെയാണ് പോകുന്നത്. കണ്ടില്ലേ, ആ വ്യത്യാസം നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് വായിക്കണം. ഇനി വരുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഡു ഡസ് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഡയലോഗിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്. ഡു ഡസ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അർത്ഥവ്യത്യാസം വരുന്നത് എന്ന് കൊടുത്ത ഈ കുറിപ്പോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ വരുന്ന ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ ഈ എക്സാമിനേഷനൊക്കെ ഈ പരീക്ഷയ്ക്ക് സിമ്പിൾ ടെൻസിൻ്റെ കറക്റ്റ് യൂസ് ഓഫ് ടെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് പാഠഭാഗം വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൻ്റെ ഒടുവിലത്തെ ഭാഗം അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ഭാഗം ചില പ്രത്യേക വേർഡുകൾ, അതിന് കീ വേർഡ്സ് എന്ന് പറയുക. ഈ കീ വേർഡ്സ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് ആ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ പറയണമെന്നുണ്ട്. നമുക്ക് ഇനി പരിശോധിക്കാം എന്താണ് ഇവിടെ കീ വേർഡ്സ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. ഡെയിലി, ഹാബിച്വലി, യൂഷ്വലി, സെൽഡം, ഒക്കേഷണലി, ഓഫൺ, എവരി ഡേ, നെവർ, സംടൈംസ്, ഓൾവേസ് എന്നിവയാണ് അവയിൽ പ്രധാനം. ഈ വാക്കുകൾ കാണുമ്പോൾ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് ഉറപ്പിക്കണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് സിമ്പിൾ പ്രസൻറ്റ് ഗ്രാമർ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെ സെൻറ്റൻസ് വരുന്നതിനെക്കുറിച്ചും കൂടുതലായി പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സെൻറ്റൻസ് ഗ്രാമറിൻ്റെ റൂളായിട്ട്, ഈ ടെൻസിൻ്റെ ഗ്രാമറിൻ്റെ റൂളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ആധികാരികമായി പഠിക്കുന്നവർക്ക് ഈ ഗ്രാമർ റൂള് ഇംഗ്ലീഷ് തന്നെ ഇതിൻ്റെ പിറകുവശം കൊടുത്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കാവുന്നതാണ്. അത് ഈ തരത്തിൽ താഴെ കൊടുക്കുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് റൂൾസ് ഫോർ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലേണേഴ്സ്. ഈ ഒരു ഭാഗം ഇതിൻ്റെ കൂടെ ചേർത്തത് ഇംഗ്ലീഷ് ഭാഷ സീരിയസ് ആയി അഡ്വാൻസ്ഡായി ഡിഗ്രി തലത്തിലോ മറ്റ് കോളേജ് തലത്തിലോ പഠിക്കുന്നവർക്ക് ഈ സിമ്പിൾ പ്രസൻറ്റ് റൂൾസ് എഴുതി കൊടുക്കേണ്ട സന്ദർഭം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഘട്ടത്തിലാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഇംഗ്ലീഷ് തന്നെ സെൻറ്റൻസ് കൊടുത്തിട്ട് അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ മുകളിൽ ഭാഗത്ത് ഇത് വിവരിച്ച് മലയാളത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഡിഗ്രി തലത്തിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സിലബസിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് ഗ്രാമർ റൂൾ തന്നെ എഴുതി കൊടുക്കേണ്ട സന്ദർഭമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇത് നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമുക്കറിയാം ഏതൊക്കെ ഘട്ടത്തിലാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. 5-6 സന്ദർഭങ്ങളിൽ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാം. അതിൽ സാന്ദർഭികമായി വരുന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇതിൻ്റെ ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നോക്കുക. 1 ഹാബിച്വൽ ആക്ഷൻ ഓർ റൂട്ടീൻസ്. ഞങ്ങൾക്കറിയാം സിമ്പിൾ പ്രസൻറ്റ് ഹാബിച്വൽ ആക്ഷൻ
ശീലമാക്കിയ പ്രവൃത്തി പറയാനാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ സെൻറ്റൻസായി കൊടുത്തതിന് ഹാബിച്വൽ ആക്ഷൻ ഓർ റൂട്ടീൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ഹാബിച്വൽ ആക്ഷൻ ദാറ്റ് ഹാപ്പൺസ് റെഗുലർലി ഓർ ഹാബിറ്റ്സ്. അതായത് സ്ഥിരമായി ശീലമാക്കിയായിട്ടോ അല്ലെങ്കിൽ ഹാബിറ്റ് പോലെയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സാധാരണയായി നമ്മൾ പറയാറുള്ളത്. ഉദാഹരണം നോക്കൂ, ഷീ ഗോസ് ഫോർ എ വാക്ക് എവരി മോർണിംഗ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വെർബിൻ്റെ എസ് ഫോം ഉപയോഗിച്ചു, ഗോസ് എന്നുള്ള വെർബ് ഉപയോഗിച്ചു. അവിടെ ബ്രാക്കറ്റ് കൊടുത്ത് നോക്കുക. ദി ആക്ഷൻ ഓഫ് വാക്കിംഗ് ഹാപ്പൺസ് റെഗുലർലി. ആ പോകുക, നടക്കുക എന്നുള്ള പ്രവൃത്തി സ്ഥിരമായി അവൾ ചെയ്യുന്നുവെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് ഞങ്ങൾ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ട്രൂത്ത്, പെർമനൻറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു. അതിവിടെ കാണിച്ചിരിക്കുന്നത് ജനറൽ ട്രൂത്ത് ഓർ ഫാക്റ്റ്, പൊതുവായ സത്യം പറയാൻ വേണ്ടി, നാച്ചുറൽ ട്രൂത്ത് പറയാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഫാക്ട്സ് ഓർ ട്രൂത്ത് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ ഓർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. യൂണിവേഴ്സലി ആയിട്ട് സ്വീകരിച്ച, സ്ഥിരമായി മാറാത്ത പ്രപഞ്ച സത്യങ്ങൾ പറയാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉദാഹരണം നോക്കൂ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നുള്ളത് സ്ഥിരമായ ഒരു സൂര്യൻ്റെ ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ റൂട്ടീൻ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ ഫാക്ട് ദാറ്റ് ഈസ് ഓൾവേസ് ട്രൂ. അതാണ് ഇവിടെ രണ്ടാമത്തെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്ന ഘട്ടം. മൂന്നാമത്തെ നോക്കൂ, സ്റ്റേറ്റ്സ് ഓർ കണ്ടീഷൻ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യു ക്യാൻ ഡിസ്ക്രൈബ് പെർമനൻറ്റ് അൺചേഞ്ചിങ് സിറ്റുവേഷൻസ് ഓർ കണ്ടീഷൻസ്. മാറാത്ത സ്ഥിരമായ മറ്റൊരു സന്ദർഭം കൂടി, അതായത് പ്രസൻറ്റ് ടൈമിൽ നിലനിൽക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അത് ഇവിടെ നോക്കുക. എക്സാമ്പിൾ, ഹീ ലിവ്സ് ഇൻ ന്യൂയോർക്ക്. ദിസ് ഇൻഡിക്കേറ്റ്സ് എ പെർമനൻറ്റ് സ്റ്റേറ്റ് ഓഫ് റെസിഡൻസ്. അവൻ ന്യൂയോർക്ക് താമസിക്കുന്നു എന്നുള്ളത്. അടുത്തത് അറേഞ്ച്ഡ് ഫ്യൂച്ചർ ടെൻസിലും ഫ്യൂച്ചർ കാര്യം പറയാനും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു പറഞ്ഞു. അറേഞ്ച്ഡ് ഫ്യൂച്ചർ എന്നുള്ള വേർഡിന് മറ്റൊരിടത്ത് കൊടുത്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് ഓർ ടൈം ടേബിൾഡ് ഇവൻറ്റ്സ് എന്നുള്ളതാണ്. വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് ടു ടോക്ക് അബൌട്ട് ദി ഷെഡ്യൂൾഡ് ഇവൻറ്റ്സ് ഇൻ ദി നിയർ ബൈ ഫ്യൂച്ചർ, എസ്പെഷ്യലി ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇവൻറ്റ്സ് ഓർ ഒഫീഷ്യൽ പ്ലാൻസ്. എക്സാമ്പിൾ, ദ ട്രെയിൻ ലീവ്സ് അറ്റ് 6 o'clock. അതായത് ഭാവിയിൽ കൺഫേം ചെയ്ത, തീരുമാനിച്ച, ഷെഡ്യൂൾ ചെയ്ത കാര്യം പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് മീനിങ് ചിലപ്പോൾ നമ്മൾ രാവിലെ പറയുകയായിരിക്കും, അത് വൈകുന്നേരം ട്രെയിന് വരും അല്ലെങ്കിൽ പോകുമെന്ന് പറയുമ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ഓർ ഡയറക്ഷൻ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻ. നിർദ്ദേശം കൊടുക്കാനും കൂടി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് യു മിക്സ് ദി ഫ്ലോർ ആൻഡ് ഷുഗർ. അത് നോക്കാം. ഇനി അടുത്തത്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ്. പത്രത്തിൻ്റെ തലവാചകം പറയാനും കൂടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട്. സോണിയാഗാന്ധി ബിക്കംസ് കോൺഗ്രസ് പ്രസിഡൻറ്റ്. സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻറ്റ് ആകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പത്രത്തിൽ നമ്മൾ കാണുമ്പോൾ ഇന്നലത്തെ വാർത്തയായിരിക്കും ഇന്നത്തെ വാർത്തയായിട്ട് കൊടുക്കുന്നത്. അത് പ്രസിഡൻറ്റ് ആയ വിവരം കൊടുക്കുന്നതായിരിക്കും. അത് പ്രസൻറ്റ്നെസ് കിട്ടാൻ വേണ്ടി സിമ്പിൾ പ്രസൻറ്റിൽ കൊടുക്കുന്നു എന്ന് വരാം. അപ്പോൾ നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രാമാറ്റിക് നറേറ്റീവ് സ്പോർട്സ് കമൻ്ററി. നാടകീയമായ കാര്യങ്ങൾ വിവരിക്കാനും അതുപോലെ തന്നെ സ്പോർട്സ് കമൻ്ററി പറയാനും സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കുക. വെൻ ദി കേർട്ടൻ റൈസസ് ദി ഹീറോ സ്റ്റാൻഡ്സ് ഇൻ ദി സ്റ്റേജ് വിത്ത് എ റൈഫിൾ ഇൻ ഹിസ് ഹാൻഡ്. കണ്ടില്ലേ? കർട്ടൻ വരുമ്പോൾ ഹീറോ ഒരു റൈഫിളുമായിട്ട് സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ കർട്ടൻ റൈസസ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ചു. ദ ഹീറോ സ്റ്റാൻഡ്സ് എന്നുള്ള സിമ്പിൾ പ്രസൻറ്റ് വെർബിൻ്റെ എസ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. കമൻ്ററി ആയിട്ട് വരുമ്പോൾ വിജയൻ പാസസ് ദി ബോൾ ടു രാം ആൻഡ് രാം ടേക്സ് ഇറ്റ് ആൻഡ് മൂവ്സ് ടുവേഴ്സ് ദി ഗോൾ പോസ്റ്റ്. കണ്ടില്ലേ? വിജയൻ പാസസ്, വിജയൻ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് പാസസ് എന്ന് വരുന്നു. അതുപോലെ തന്നെ രാം ടേക്സ് വരുന്നു. അതുപോലെ തന്നെ മൂവ്സ് വരുന്നു. വെർബിൻ്റെ ഒക്കെ ഇവിടെ കൂടുതലായിട്ടും വെർബിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള സെൻറ്റൻസ് തന്നെ തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് തന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കുക. ഇനി ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഈ ഫോം ചിലപ്പോൾ എഴുതി കൊടുക്കേണ്ടി വരും. എന്താണ് ഫോം എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ് ഫോമും നെഗറ്റീവ് ഫോമും ക്വസ്റ്റ്യൻ ഫോമും സിമ്പിൾ പ്രസൻറ്റിൽ വരാം. പോസിറ്റീവ് ഫോം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റിൻ്റെ കൂടെ ബേസ് ഫോം, ബേസ് വെർബിൻ്റെ കൂടെ എസ് ഫോം ഓർ എസ് ഫോം ചേർത്തിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ചും ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ, പ്രത്യേകിച്ച് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ. ഷീ റൈറ്റ്സ് എവരി ഡേ. അവൾ എല്ലാ ദിവസവും എഴുതുന്നു. വെർബിൻ്റെ എസ് ഫോം ഉപയോഗിച്ച് എഴുതുന്നു. സബ്ജക്റ്റ് ഷീ,
റൈറ്റ്സ് വെർബിൻ്റെ ബേസ് ഫോം എവരിഡേ എല്ലാ ദിവസവും എന്നുള്ളതാണ്. നെഗറ്റീവ് സെൻസ് വരുമ്പം സബ്ജക്റ്റിൻ്റെ കൂടെ ഡസ് അല്ലെങ്കിൽ ഡസ് ഡു വരാം, നോട്ട് വരാം, പ്ലസ് നോട്ട്, പിന്നെ ബേസ് ഫോം. ഉദാഹരണത്തിന് ഹീ ഡസ് നോട്ട് ലൈക്ക് കോഫി, അയാൾ കോഫി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കണ്ടില്ലേ. മുകളിൽ പറഞ്ഞ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് ലൈക്സ് എന്നുള്ളതിനെ ഡസ് പ്ലസ് ലൈക്കാക്കി മാറ്റിയിട്ടാണ് നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റിയത്. അത് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആയിട്ട് വരുമ്പം ഡസ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഐ യു ആണെങ്കിൽ ഡു വരും, സിംഗുലർ ആണെങ്കിൽ ഡസ് വരും. ഉദാഹരണം നോക്കൂ, ഡു യു പ്ലേ ടെന്നീസ്, അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഡസ് ഓർ ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ബേസ് വെർബ്, അതാണ്. ഇനി അത് നമുക്ക് ഇനി എങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ഒരു ഡയലോഗിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാം. അത് ഡയലോഗിൽ വരുന്ന ഒരു എക്സാമ്പിൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൻ്റെ വിശദീകരണങ്ങൾ ഇവിടെ നിർത്താം. നോക്കുക, ഒരു ഡയലോഗ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്റ്. ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള സംസാരം. നോക്കൂ, ടീച്ചർ ചോദിക്കുകയാണ്, വെൻ ഡു യു ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ്? നിങ്ങൾ എപ്പോഴാണ് എണീക്കൽ, രാവിലെ ഉണരല്. വെൻ ഡു യു ഗെറ്റ് അപ്പ് ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ചോദ്യം മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ക്വസ്റ്റ്യൻ വേർഡും ക്വസ്റ്റ്യൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡും വരാം. വിത്തൗട്ട് ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് ഡു ഡസ് ആദ്യ ഭാഗം ചേർത്തുകൊണ്ട് പറയുന്നതാണ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ വേർഡ് വരാം. വിത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് വരുന്നത്, ക്വസ്റ്റ്യൻ വേർഡ് നമുക്കറിയാം വാട്ട്, വെന്ന്, വേർ, വൈ, ഹൗ ലോങ്, ഹൗ മച്ച് എന്നിവയുള്ള വേർഡ്സുകൾ ക്വസ്റ്റ്യൻ വേർഡ്സാണ്. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വരുമ്പോഴും ഈ ഡു ഡസ് വരുന്നുണ്ട്. അത് വേർഡ്, ഉദാഹരണത്തിന് വേർ ഡു യു ഗോ എന്ന് ചോദിക്കുമ്പോൾ വേർ ഡു യു ഗോ, വേർ ഫസ്റ്റ് വന്നിട്ട് ഡു യു ഗോ എന്നാണ് ചേർക്കുന്നത്. അല്ലെ വെൻ ഡസ് ഹീ കം, അവൻ എപ്പോഴും വരുന്നു എന്ന് ചോദിക്കുമ്പോൾ വെൻ ഡസ് ഹീ കം. അങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോൾ ഡു ഡസ് സെക്കൻഡ് പ്ലേസിൽ വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് വരുന്നില്ലെങ്കിലാണ് ഡു ഡസ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് കോൺവെർസേഷനിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പറയേണ്ടി വന്നത്. ടീച്ചർ ചോദിക്കുകയാണ് വെൻ ഡു യു ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ്, അപ്പോൾ എപ്പോഴാണ് ഉണരൽ, ഗെറ്റ്, ഡു യു ഗെറ്റ് കണ്ടില്ലേ, ശ്രദ്ധിക്കുക. ഉത്തരം പറയുമ്പോഴും സ്റ്റുഡൻറ്റ് പറയാണ് ഐ ഗെറ്റ് അപ്പ് ഇൻ ദി മോർണിംഗ് അറ്റ് 6:30, ഞാൻ രാവിലെ 6:30 ഉണരൽ. അപ്പോൾ ടീച്ചർ വീണ്ടും ചോദിക്കുന്നതാണ് വെൻ ഡു യു ഗോ ടു ബെഡ്, എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാൻ പോകൽ? അപ്പോൾ സ്റ്റുഡൻറ്റ് പറയാണ് ഐ ഗോ ടു ബെഡ് അറ്റ് 9:30. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ ടീച്ചർ, ഐ തിങ്ക് യുവർ ബ്രദർ സ്റ്റഡീസ് ഇൻ ദ ടൗൺ ഹൈ സ്കൂൾ റൈറ്റ്. അപ്പോൾ നിൻ്റെ സഹോദരൻ ടൗൺ ഹൈ സ്കൂളാണ് പഠിക്കലല്ലേ എന്ന് ചോദിക്കുകയാണ്. യുവർ ബ്രദർ സ്റ്റഡീസ് പഠിക്കുന്നു, അത് കണ്ടില്ലേ, ബ്രദർ സിംഗുലർ വന്നുകൊണ്ട് സ്റ്റഡീസ് വരുന്നു. അത് ടൗൺ ഹൈ സ്കൂളിൽ പഠിക്കുന്നു അല്ലേ ചോദിക്കുകയാണ് ടീച്ചർ. അപ്പോൾ സ്റ്റുഡൻറ്റ് പറയാൻ നോ സർ ഹീ സ്റ്റഡീസ് ഇൻ ദി UPU സ്കൂൾ, ഇല്ല അവൻ UPU സ്കൂളിലാണ് പഠിക്കൽ. അപ്പോൾ സംസാര ഭാഷയിലും സിമ്പിൾ പ്രസൻറ്റ് ധാരാളം വരുന്നുണ്ട്. അത് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് വെച്ചുകൊണ്ട് ഈ എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെയാണ് ഡയലോഗിൽ വരുന്നത് നോക്കാം. ഇതോടുകൂടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഭാഗമൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ്, ക്വസ്റ്റ്യൻസ് സ്പോക്കൺ ഇംഗ്ലീഷിൽ എങ്ങനെ വരുന്നു എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒടുവിലായി പറയാനുള്ളത്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്തരത്തിലുള്ള പ്രവൃത്തി ഞങ്ങൾക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ ഒരു എൻകറേജ്മെൻ്റാണ്. ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും കോളേജ് ക്ലാസ് എന്ന ചാനലിന് വേണ്ടി നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.